ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ വീണ്ടും ഫുഡീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊരു അടിപൊളി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബിരിയാണി കൂടി മാറി നിൽക്കും. അടിപൊളി ടേസ്റ്റാണ്. ന്യൂ ഇയർ ഒക്കെ വരെയല്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് സൈഡ് ഡിഷായിട്ട് സലാഡ്, തൈര് സലാഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഗ്രേവി, ചിക്കൻ പുൽസാണ്, ആ കറി കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട കൂടിയുണ്ട്. നമുക്കപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൂടി നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം 1 മണിക്കൂർ കുതിരാനായിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്, 3 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഹോൾ മസാല സ്പൈസസ് ആണ്. ഇതാ ഗ്രാമ്പ്, പട്ട, ഏലയ്ക്ക, പിന്നെ വേണ്ടത് ബിരിയാണി ഇല, ജാപത്രി, ഷാജീര, പിന്നെ ബ്ലാക്ക് പെപ്പർ കൂടി വേണം കേട്ടോ. അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി വേണം, മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടിക്കൊള്ളാം കേട്ടോ. പിന്നെ മല്ലിയില, പുതിന വേണം. പിന്നെ വേണ്ടത് 3 ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. ഇനി ഒരു സാധനം കൂടി മെയിൻ വേണം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തൈര്, നല്ല കട്ടി തൈര് വേണം, ഒരു 1/4 കപ്പ് അതുകൂടി വേണം. പിന്നെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഒരു 1.25 കിലോ ചിക്കനാണ്. ചിക്കൻ ചെറിയ പീസാക്കാൻ പാടില്ല, ഒരു മീഡിയം സൈസാണ്. ബിരിയാണിയെ പോലെ വലിയ പീസും വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പുലാവ് ഉണ്ടാക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാലേ, ഒരു കുക്കർ നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ മാത്രം ചേർക്കണ്ട കേട്ടോ. പിന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മസാല എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഇളക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം ഈ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ. പിന്നെ 20 സെക്കൻഡിന് ശേഷം മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഇട്ട സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അപ്പോൾ ഉപ്പിടാൻ മറന്നു പോയതാണ്. കുറച്ച് കളറൊക്കെ മാറി വന്നു ഉള്ളിയുടെ. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഉള്ളിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചമണം, മഞ്ഞളിൻ്റെ ആ പച്ചമണം ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം മസാലയുടെ പച്ചമണം എല്ലാം പോയി കിട്ടും. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണ് അത്ര മതി. 1 സ്പൂണ് ഗരം മസാലയുടെ പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഓയിൽ ഇങ്ങനെ പുറത്തിങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കണം.
ഇനി നമുക്ക് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടി തൈരായിരിക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മുറിച്ച് മാറ്റി വച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഒരു ഗ്രേവിയുടെ രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടതും ഈ ഒരു പരുവമാണ് കേട്ടോ. എന്താ ഈ ഒരു പരുവം കുറച്ച് ഗ്രേവി പോലെ വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അരിയുടെ ക്വാണ്ടിറ്റി പറഞ്ഞില്ല. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 1.25 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ 4 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ കണക്ക് 8 ഗ്ലാസ് വെള്ളമാണ്. പക്ഷെ ബാസ്മതി റൈസ് ആയതുകൊണ്ട് നമുക്ക് 7 ഗ്ലാസ് വെള്ളം മതി. പോരാത്തതിന് 1 മണിക്കൂർ കുതിരാൻ കൂടി വെച്ചതല്ലേ. ഇപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അരി ഇട്ടതിന് ശേഷം ഉപ്പിടാൻ മറക്കല്ലേ. പിന്നെ വേണ്ടത് കുറച്ച് നാരങ്ങ നീരാണ്. ഇവിടെ ഞാൻ ഒരു 3 നാരങ്ങയുടെ നീര് കൂടി ചേർക്കുന്നുണ്ട്. ഈ നാരങ്ങയുടെ നീര് ചേർക്കുന്നത് കൊണ്ട് അരി പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പോകില്ല. നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം കേട്ടോ. ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് കുക്കറിന്റെ മൂടിയൊന്ന് മൂടി വെക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇവിടെ 1 വിസിൽ വന്നു കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ പുലാവിന്റെ കുക്കറിന്റെ മൂടിയൊക്കെ തുറന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ്. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ ചൂട് പുലാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി മണവും കൂടിയാണേ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ കുറച്ച് മുട്ട കൂടി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി പുലാവും ബിരിയാണിയൊക്കെ ആയാലേ അതിന് മുട്ട ഇല്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഫൈനൽ സ്റ്റേജ് ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ കറിയാണ്. ഇതൊരു ചിക്കൻ പുൽസു. പിന്നെയുള്ള നമ്മുടെ തൈര് സലാഡാണ്. അതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.